സുമതി വളവെന്ന് ഒരിക്കലെങ്കിലും കേൾക്കാത്ത മലയാളികളുണ്ടാവില്ലല്ലേ? ഒരു ഗ്രാമത്തിലെ അതിനിഗൂഢമായ വളവും അവിടുത്തെ സുമതി എന്ന പ്രേത സാന്നിധ്യവും അവിടെ നടക്കാറുള്ള ദുരൂഹമായ അപകടങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ കഥകളെ ആസ്പദമാക്കി 2025 പുറത്തിറങ്ങിയ സുമതി വളവ് എന്ന മലയാള ചിത്രമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഥയുടെ തുടക്കത്തിൽ ഒരു ഗ്രാമത്തിലെ ആളുകൾ കച്ചവടത്തിനായി അടുത്തുള്ള ചന്തയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുവാണ്. വഴിയിലൊരിടത്ത് നിർത്തി അവിടെ കണ്ട ദൈവപ്രതിഷ്ഠയ്ക്കരികെ നിന്ന് അവരെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് കൂട്ടത്തിലെ തലവനാവട്ടെ കാണിക്കയായി ഒരു കുപ്പി കള്ളും അവിടെ നേർന്നു വെക്കുവാണ്. എന്നാൽ ഇത് കാണുന്ന കൂട്ടത്തിലൊരുത്തൻ ആ ചെയ്തത് ഇഷ്ടപ്പെടാതെ തലവനെ തന്നെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് ഇത് നമ്മുടെ നാടിനെ കാക്കുന്ന ദൈവമാണെന്ന് ആ തലവൻ പറയുവാണ്. അന്നേരം പൊടുന്നനെ അതിശക്തിയായി കാറ്റ് വീശാൻ തുടങ്ങുന്നു. ദുസൂചനയാണെന്ന് മനസ്സിലാക്കിയ തലവൻ ഇന്നിവിടം വിട്ട് നമുക്ക് പോകണ്ട എന്ന് പറയുവാണ്. എന്നാൽ ഇതുകൂടായതോടെ കട്ട കലിപ്പിലായിരുന്ന ആ താടിക്കാരൻ വഴക്കിടാനായിട്ട് തുടങ്ങുവാണ്. കറക്റ്റ് ടൈമിൽ സാധനങ്ങൾ ചന്തയിലെത്തിച്ചില്ലെങ്കിൽ നഷ്ടമാണെന്നവൻ വാദിക്കുന്നുണ്ട്. എന്നാൽ ആ തലവനാവട്ടെ ഈ നേരം സുമതി വളവ് കിടക്കുന്നത് അപകടമാണെന്ന് പറയുന്നു. ദൈവത്തിനെ കാണിക്ക നൽകി ചോദിച്ചതും അതായിരുന്നു. എന്നാൽ പോകാൻ പാടില്ല എന്ന് ദൈവം തന്നെ സൂചന നൽകി. പോരാത്തതിന് വെള്ളിയാഴ്ച കൂടിയാണ്, ഇന്നിനി പോകണ്ടെന്ന് അയാൾ തീർത്തു പറയുവാണ്. എന്നാൽ ഇത് കേട്ട താടിക്കാരൻ ദേഷ്യത്തിൽ സുമതി വളവ് ഒരു കെട്ടുകഥ മാത്രമാണെന്നും താനത് തെളിയിക്കുമെന്നും പറഞ്ഞ് അവിടുന്ന് ഒറ്റയ്ക്ക് പോകാനായിട്ട് നിൽക്കുവാണ്. എന്നാൽ തന്റെ ഭർത്താവ് തനിച്ചു പോകുന്നത് കണ്ട അവന്റെ ഭാര്യയും പുറകെ തന്നെ പോകുന്നു. അങ്ങനെ രണ്ടാളും കൂടി നടന്ന് അവസാനം അതേ സുമതി വളവിൽ തന്നെ എത്തുവാണ്. എന്നാൽ അവളുടെ ഉള്ളില് ഒത്തിരി ഭയമുണ്ടായിരുന്നു. അവളെയും സമാധാനിപ്പിച്ച് ഭർത്താവ് അവളെയും കൊണ്ട് ഒരു ഭംഗിയുള്ള വെള്ളച്ചാട്ടത്തിന് മുമ്പിൽ നിൽക്കുവാണ്. ആ കാഴ്ച കണ്ട് അവരെങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന നേരം പെട്ടെന്ന് ആരോ അടുത്തുള്ളതായിട്ട് അവർക്ക് തോന്നാൻ തുടങ്ങുന്നു. നോക്കുമ്പോ കുറിച്ചു മാറി അതൊരു രൂപം നിൽക്കുന്നു. അത് കാണുന്ന താടിക്കാരനാവട്ടെ സുമതിയുടെ പ്രേതമുള്ളത് അവിടെ ഈ നേരത്ത് ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് കളിയാക്കി പറയുവാണ്. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന രൂപം കയ്യിലെ റാന്തൽ വിളക്ക് കൊളുത്തിയതും അത് പക്ഷേ അവന്റെ ഭാര്യ തന്നെയായിരുന്നു. ഇത് കണ്ട താടിക്കാരനും ഭാര്യയും പേടിച്ച് നോക്കി നിൽക്കെ ആ രൂപം മാമ എന്ന് അവന്റെ ഭാര്യ വിളിക്കുന്ന അതുപോലെ തന്നെ വിളിക്കുന്നതും ആ രൂപത്തിന്റെ കണ്ണുകൾ വെള്ള നിറമായി മാറുന്നു. യഥാർത്ഥത്തിൽ താടിക്കാരന്റെ ഭാര്യയുടെ രൂപത്തിൽ വന്നത് ആ വളവിലെ ആളുകൾ ഭയക്കുന്ന സുമതി തന്നെയായിരുന്നു. സീൻ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് കുറച്ചു കാലങ്ങൾക്കപ്പുറം അതേ ഗ്രാമം കാണിച്ചുകൊണ്ടാണ്. അവിടെ ഫോറസ്റ്റ് ഓഫീസറായി ഹരി എന്നൊരാളെ ചാർജ് എടുക്കുവാണ്. അവിടെ എത്തിയപ്പോഴാണ് സുമതി വളവിനെ പറ്റി അയാൾ അറിയുന്നത്. ഇന്നും ആ വഴി പോകാൻ ആളുകൾ ഭയപ്പെടുന്നുണ്ട്. മുൻപ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ചരക്ക് കടത്താനായിട്ട് അവര് തന്നെ ഉണ്ടാക്കിയതായിരുന്നു ആ വഴി. എന്നാൽ ആ വഴി കടക്കുക എന്നത് വളരെയധികം പ്രയാസമായിരുന്നു. ഒത്തിരി പേര് അവിടെ വെച്ച് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പലരും മരിച്ചിട്ടുണ്ട്, പലരെയും കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് അതെപ്പോഴും ഒരു പ്രേത വഴിയാണെന്ന് പറയുന്നു. അന്നേരം കൂട്ടത്തിലൊരു പോലീസുകാരൻ ഹരിയോട് ആ ചെക്ക് പോസ്റ്റ് കാണിച്ചിട്ട് മറ്റൊരു കാര്യം പറയുവാണ്. ഈ ചെക്ക് പോസ്റ്റ് കടന്ന് 3 കിലോമീറ്റർ കഴിഞ്ഞാലാണ് കല്ലേഴി എന്ന് പറയുന്ന ഗ്രാമമുള്ളത്. അവിടെ ജനവാസം വളരെ കുറവാണ്. കൃത്യമായി പറയുവാണെങ്കിൽ വെറും 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ സുമതി വളവാണ്. രാത്രി 8 മണിയായാല് ഈ ചെക്ക് പോസ്റ്റ് അടയ്ക്കും. ഗ്രാമത്തിലുള്ളവര് പുറത്തിറങ്ങില്ല. ആരും ആ വളവ് കടന്ന് ഇങ്ങോട്ടും വരില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ഹരിയാവട്ടെ ഈ കാലത്തും ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുവാണ്. എന്നാൽ ആ പോലീസ് ഓഫീസർ ആവട്ടെ ഇതൊന്നും വെറും കെട്ടുകഥകളല്ല. രാത്രി എവിടേക്ക് പോയ പലരും സുമതിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാം വഴിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളുമെന്ന് പറയുന്നു. അവിടുന്ന് സീൻ ഷിഫ്റ്റ് ചെയ്താല് ഒരു കുഞ്ഞു വീട് കാണിക്കുവാണ്. രാത്രി സമയത്ത് വീടിന് പുറത്തുള്ള ബാത്റൂമിൽ നമ്മുടെ കഥയുടെ ഹീറോ ആയിട്ടുള്ള അപ്പു കുളിച്ചുകൊണ്ടിരിക്കുവാണ്. അത് മനസ്സിലായിട്ട് അപ്പുവിന്റെ ചേച്ചിയുടെ മകളായിട്ടുള്ള അല്ലി അവനെ പീഡിപ്പിക്കാനായിട്ട് സുമതി വളവിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഉറക്കി പറയുന്നു. അത് കേട്ട് അവൻ പേടിച്ച് അലറി വിളിക്കുന്നതും ഒപ്പം കറണ്ടും പോകുന്നു. പേടിച്ച് അവന്റെ അച്ഛൻ അങ്ങോട്ട് എത്തുമ്പോൾ ഫുൾ സെറ്റപ്പ് ആയിട്ട് ഇനി കറണ്ട് പോയാലും സാരമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ഒരു മണ്ണെണ്ണ വിളക്കം കത്തിച്ച് പുറത്തേക്ക് വരുവാണ്. പ്രേതം വരാതിരിക്കാനായിട്ട് ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രേതത്തെ ഭയക്കുന്ന ഒരു പേടിത്തൊണ്ടനാണ് കക്ഷി. ഒരു മനുഷ്യൻ ഒരിക്കലും ഇത്രയും പേടിത്തൊണ്ടനാവരുതെന്ന് അവിടെ ഓടിയെത്തിയ അവന്റെ അച്ഛനും ഉപദേശിക്കുന്നു. അടുത്ത ദിവസമായി ഹീറോ തന്റെ കൂട്ടുകാരനായ അമ്പാടിക്കൊപ്പം അവരെ രണ്ടാളും കൂടി നടത്തുന്ന കാസറ്റ് കടയിൽ നിൽക്കുവാണ്. അന്നേരം അമ്പാടിയുടെ കാമുകിയും അവളുടെ അച്ഛനും സ്കൂട്ടറിൽ വരുവാണ്.
അവളുടെ അച്ഛൻ ആ ഗ്രാമത്തിലെ അറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യനാണ്. ആശാൻ എന്നാണ് എല്ലാവരും അയാൾ വിളിക്കുന്നത്. ഭാവി അമ്മായച്ഛനെ ഇംപ്രസ് ചെയ്യാനായിട്ട് അമ്പാടി ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. അതിനായിട്ട് അവനാവട്ടെ ആശാൻ മന്ത്രിച്ചു കെട്ടിത്തന്ന ചരട് കാരണം പേടിയൊക്കെ പോയി എന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുന്ന ആ പെൺകുട്ടിയാവട്ടെ ഒറ്റയ്ക്ക് രാത്രി സുമതി വളവ് കിടക്കാൻ പറ്റുമെന്ന് ചോദിക്കുവാണ്. ആ തമാശ പക്ഷേ ആശാൻ ഇഷ്ടമാകുന്നില്ല. കാരണം തലമുറകളായി ആ ഗ്രാമവാസികൾ സമാധാനത്തിൽ കഴിയുന്നതിന് കാരണം തന്നെ പണ്ട് നായാടികൾ ചെമ്പോലയിൽ അവളെ ആവാഹിച്ച് ആ വളവിൽ കിടത്തിയതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ആ വളവിലെ കാഴ്ചകൾ മാത്രം അവൾക്ക് മറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് നാളെയാണ് നായാട്ടുബലി നടക്കാനായിട്ട് പോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ വേഗം തുടങ്ങണമെന്നും പറഞ്ഞ് ആശാൻ അവിടെ നിന്നും പോകുവാണ്. കുറച്ചു കഴിഞ്ഞ് ഒരു ജീപ്പിൽ വരുന്ന ചെമ്പനെയും ഗിരിയെയും കാണിക്കുവാണ്. ഗ്രാമത്തിനടുത്തുള്ള കാട്ടുപാതയിലെ ആ ദൈവപ്രതിഷ്ഠയെ ഇപ്പോൾ പൂജിക്കുന്നത് ചെമ്പനാണ്. പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ചെമ്പന് ഒരു അസാമാന്യ കഴിവുണ്ടായിരുന്നു. മന്ത്രവാദിയായിരുന്ന ചെമ്പന്റെ അച്ഛനും അമ്മയും അതേ സുമതി വളവിലാണ് മരിച്ചു കിടന്നത്. അച്ഛന്റെ കഴിവ് കുറച്ച് അവനും കിട്ടിയിട്ടുണ്ട്. അവൻ അന്നേരം ഒരു നാരങ്ങ എടുത്ത് അവിടെയുള്ള ദൈവത്തിന്റെ പ്രതിമയ്ക്ക് മുൻപിലുള്ള ശൂലത്തിൽ തറച്ച് അവിടെ നിന്നും പോകുവാണ്. അടുത്ത സീനിൽ ഗ്രാമത്തിലെ തിയേറ്ററിന്റെ ഓണറായ ഭദ്രനെ കാണിക്കുന്നു. വേലയ്ക്ക് കൂടാനെത്തിയ അപ്പുവിനെ വളരെ ദേഷ്യത്തോടെയായിരുന്നു ഭദ്രൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അന്നേരം അവിടെ നിന്നിരുന്ന പോലീസ് ഓഫീസർ ഹരിയോട് ഒരു കാര്യം പറയുവാണ്. ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഗ്രാമത്തിലെ പ്രമാണിയായ ശേഖരന്റെ മകളായിരുന്നു മാളു. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ആ പെൺകുട്ടി അതേ സുമതി വളവ് കടന്നുപോയി. അവൾ ഒളിച്ചോടിയതാണെന്നും അതിനെ സഹായിച്ചത് അപ്പുവാണെന്നും നാട്ടിൽ പരക്കെയൊരു സംസാരമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഹരിയോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം അന്നേരം അതുവഴി പോകുന്ന അപ്പുവിനെയും കാണിച്ചു കൊടുക്കുന്നു. പ്രമാണിയായ തിയേറ്റർ ഓണറായ ഭദ്രനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന മാളു കല്യാണ തലേന്നാണ് മിസ്സാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭദ്രന് അപ്പുവിന് ഇത്രയധികം ദേഷ്യം. അതേസമയം ഇൻസ്പെക്ടർ ഹംസ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അന്ന് മാളു ഒളിച്ചോടിയ അതേ ദിവസം അവിടെ ഒരു മരണവും നടന്നിട്ടുണ്ട്. ആ രാത്രി പ്രകാശൻ എന്നൊരാൾ മരണപ്പെട്ടു. ആളുടെ ഭാര്യയും മകളുമാണ് ആ വരുന്നതെന്നും പറഞ്ഞ് ഹരിക്ക് സുജ എന്നൊരു ലേഡിയെയും മകൾ ശ്രീകുട്ടിയെയും കാണിച്ചു കൊടുക്കുന്നു. അതേസമയം സിനിമാ തിയേറ്ററിൽ ജോലി ചെയ്തു വന്നിരുന്ന സുജയാവട്ടെ ഓണറായിട്ടുള്ള ഭദ്രന്റെ ശല്യം കാരണം ആ ജോലി ഉപേക്ഷിച്ചിരുന്നു. അത് മനസ്സിലാക്കിയ അപ്പുവും അമ്പാടിയും സുജ ചേച്ചിയോട് അവരുടെ കാസറ്റ് കടയിൽ തന്നെ ജോലി ചെയ്തോളാനായിട്ട് പറയുവാണ്. അന്നേരമാണ് നേരത്തെ പറഞ്ഞ നാട്ടിലെ ആ പ്രമാണിയായ ശേഖരനും കുടുംബവും അംബാസഡറിൽ കാറിൽ വരുന്നത്. ശേഖരന്റെ മകളായിരുന്നു ഒളിച്ചോടിയ മാളു. അയാൾക്ക് മഹേഷ് എന്ന മറ്റൊരു മകനുമുണ്ട്. മുൻപ് അപ്പുവിന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു മഹേഷ്. ഇപ്പോൾ അപ്പുവിനെ ഏറ്റവും വലിയ ശത്രുവായാണ് അവൻ കാണുന്നത്. കാരണം തന്റെ ചേച്ചി മാളുവിനെ പറ്റി പിന്നീട് ഒരു വിവരവും ലഭിക്കാത്തതുകൊണ്ട് അപ്പുവാണ് അവളെ അപായപ്പെടുത്തിയതെന്ന് വരെ പലരും വിശ്വസിച്ചിരുന്നു. അതിലൊരാൾ തന്നെയായിരുന്നു മഹേഷും. അവനിപ്പോ പട്ടാളത്തിലാണ്. അങ്ങനെ അന്നത്തെ രാത്രിയായി. നായാടിക്കൂട്ടം ആ ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. അതിനിടയിൽ അവർ ചെമ്പന് ഒരു പൊതി നൽകി അത് ആ വളവിൽ കുഴിച്ചിടണമെന്നും പറയുവാണ്. എന്നിട്ട് 1000 നാളിൽ ജനിച്ച അപ്പുവിന്റെ മുമ്പിലേക്ക് എത്തുന്നു. എന്നിട്ട് അവനോട് മറ്റൊരു കൽപ്പനയാണ് പറയുന്നത്. നിനക്ക് ചില നിയോഗങ്ങളുണ്ടെന്നും ഈ നാട് മുഴുവൻ നിനക്കെതിരാകുമെന്നും ഭയപ്പെടരുത് എന്നെല്ലാം പറയുന്നു. അത് കേൾക്കുന്ന അപ്പുവാവട്ടെ ആകെ ഒന്ന് ഭയപ്പെടുവാണ്. അങ്ങനെ അന്ന് രാത്രിയായി. ഉത്സവം കഴിഞ്ഞ് ചെണ്ടമേളക്കാർ കുളക്കരയിൽ വിശ്രമിക്കുന്ന നേരം അതിലൊരാളായ മുരളിയാവട്ടെ അന്ന് രാത്രി തന്നെ മടങ്ങിപ്പോകാനായിട്ട് ഒരുങ്ങുവാണ്. എന്നാൽ സുമതി വളവ് കഴിഞ്ഞു പോകേണ്ടതിനാൽ കൂടെയുള്ളവർ അവനെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും തനിക്ക് കെട്ടുകഥകളൊന്നും വിശ്വസിക്കാൻ വയ്യാന്ന് പറഞ്ഞ് അവൻ തനിയെ പുറപ്പെടുന്നു. അതേസമയം ചെമ്പനെ കാണിക്കുമ്പോൾ എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുവാണെന്ന് അയാൾ ആശാനോട് വേവലാതിപ്പെടുവാണ്. ആ രാത്രി നടന്നുപോയ മുരളി വളവിലെത്തുന്നു. പെട്ടെന്ന് പുറകിൽ ഒരു ചെണ്ടയുടെ ശബ്ദം. ഈ രാത്രി തനിച്ച് പോകണ്ടെന്ന് പറഞ്ഞ തന്റെ കൂട്ടുകാർ തന്നെയാവും പുറകെ വന്ന് ശബ്ദമുണ്ടാക്കിയതെന്ന് കരുതി മുരളി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരുമില്ല. വീണ്ടും അതേ ചെണ്ട ശബ്ദം. പേടിയോടെ തിരിഞ്ഞു നോക്കുമ്പോൾ മുമ്പിലേക്ക് വികൃതമായ ഒരു ഭീകര രൂപം അവന് നേരെ വരുന്നതാണ് കാണുന്നത്. അവിടെ നിന്ന് സീൻ ഷിഫ്റ്റ് ചെയ്യുന്നത് പേടി സ്വപ്നം കണ്ട് അലറി വിളിക്കുന്ന അപ്പുവിനെ കാണിച്ചുകൊണ്ടാണ്. ചുമ്മാ അലറി വിളിച്ച് ഒച്ചയുണ്ടാക്കി പേടിപ്പിച്ചതിന് അവൻ അച്ഛൻ വഴക്ക് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവിടെ ഗിരി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ചെണ്ടക്കാരനായ മുരളി തലയ്ക്ക് മുറിവായി ബോധം പോയി വളവിൽ കിടന്നെന്നും ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നും അവൻ പറയുവാണ്. അടുത്ത സീനിൽ നാട്ടിലെ ഒരു കല്യാണ വീട് കാണിക്കുവാണ്. താലികെട്ട് കാണുന്ന അപ്പു ആവട്ടെ ഏറെ വിഷമത്തോടെയാണ് നിൽക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാല് കല്യാണ പെണ്ണ് അവന്റെ പഴയ കാമുകിയാണ്. അന്നേരം ആവട്ടെ ശേഖരനും കുടുംബവും അപ്പുവിന്റെ അച്ഛനെയും കുടുംബത്തെയും ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല.
പണ്ട് ഒരേ കുടുംബം പോലെ സന്തോഷിച്ച് ജീവിച്ച ആ രണ്ട് കുടുംബവും ഇന്ന് രണ്ടാവാൻ കാരണം തന്നെ മാളുവിന്റെ ഒളിച്ചോട്ടവും അതിനെ സഹായിച്ചത് അപ്പുമാണ് എന്ന കാരണവുമാണ്. എല്ലാവരും സദ്യ കഴിക്കുന്ന നേരം അവിടെ വന്ന ഭദ്രനാവട്ടെ അപ്പുവിനെ പറ്റി വളരെ മോശമായി അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാണ്. എന്നാൽ എല്ലാം കേട്ട് കലിപ്പായ അപ്പു അവസാനം സകല നിയന്ത്രണവും വിട്ട് ഭദ്രനെ പോയി അടിക്കുന്നു. ആ വഴക്കിനിടയിൽ അപ്പു ആവട്ടെ അബദ്ധത്തിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാമ എന്ന പെൺകുട്ടിയുടെ മുഖത്താണ് അടിക്കുന്നത്. അവളാവട്ടെ ശേഖരന്റെ സ്വന്തം അനിയന്റെ മകളും. എന്തൊക്കെ പറഞ്ഞാലും അപ്പു കൊടുത്ത അടി ഒരല്പം കൂടിയത് കൊണ്ട് തന്നെ അവളുടെ പെടലിക്ക് തന്നെ ബെൽറ്റ് ഇടേണ്ടി വന്നു. ഈ അവസരം മുതലാക്കി അപ്പുവിനെതിരെ കേസ് കൊടുത്ത് അവനെ കൊടുക്കാനായിട്ട് ശേഖരൻ തീരുമാനിക്കുന്നു. എന്നാൽ മൊഴിയെടുക്കാൻ വന്ന പോലീസുകാരോട് അതൊരു കയ്യബദ്ധമാണെന്നും തനിക്ക് കേസൊന്നുമില്ലെന്നും ഭാമ പറയുവാണ്. ഇക്കാര്യം അറിഞ്ഞതോടെ അപ്പുവിനാവട്ടെ ഭാമയോട് എന്തോ ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അന്നത്തെ രാത്രി അപ്പുവിനെ കൊടുക്കാൻ പറ്റാത്ത ദേഷ്യത്തിൽ ശേഖരനും ഭദ്രനും പോലീസുകാരും കൂടെ ഭദ്രന്റെ തിയേറ്ററിലിരുന്ന് കള്ളു കുടിക്കുന്ന നേരം മാളുവിന് എന്തായിരിക്കും സംഭവിച്ചിരിക്കുമെന്നൊക്കെ ഡിസ്കസ് ചെയ്യുവാണ്. അന്നേരമാണ് മറ്റൊരു പോലീസ് ഓഫീസർ ഇവിടെ പുതിയൊരു SI ചാർജ് എടുക്കാൻ പോകുന്നുണ്ടെന്നും അയാൾ ഇക്കാര്യത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുമെന്നും പറയുന്നത്. അന്ന് രാത്രിയായി പുതുതായി ചാർജ് എടുക്കാൻ വരുന്ന SI ബെഞ്ചമിൻ ചെക്ക് പോസ്റ്റിനടുത്തെത്തുവാണ്. 8 മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റ് തുറക്കില്ലെന്ന് ഫോറസ്റ്റ് ഓഫീസറും പറയുന്നു. എന്നാൽ തനിക്കാരെയും പേടിയില്ലെന്നും ആ സുമതിയെ ഇന്ന് തനിക്ക് കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നും ചോദിച്ച് അയാള് ആ ചെക്ക് പോസ്റ്റും കടന്നു പോകുവാണ്. എന്നാൽ ആ വളവിലെത്തിയതും ജീപ്പ് പെട്ടെന്ന് അവിടെ നിൽക്കുവാണ്. മദ്യലഹരിയിലായിരുന്ന അയാൾ അവിടെ പുറത്തിറങ്ങി കുറച്ചു മാറി മൂത്രമൊഴിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ഓഫായ ജീപ്പിൽ നിന്നും ഹെഡ്ലൈറ്റ് ഓൺ ആകുവാണ്. ഒപ്പം ഉച്ചത്തിൽ തന്നെ പാട്ടും കേൾക്കുന്നു. എന്നാൽ ഒട്ടും കൂസലില്ലാതെ അയാൾ മൂളിപ്പാട്ടും പാടി അവിടെ ചെന്ന് അതിലിരുന്ന കാസറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞ് ഇവിടെ ഒരാൾ പാടിയാൽ മതിയെന്നും പറയുന്നു. എന്നിട്ട് വീണ്ടും ജീപ്പ് സ്റ്റാർട്ടാക്കാൻ നോക്കിയതു അപ്പോൾ അത് സ്റ്റാർട്ടാകുന്നില്ല. ദേഷ്യം വന്ന അയാൾ വീണ്ടും കലിപ്പില് പുറത്തിറങ്ങുമ്പോൾ അടുത്തായിട്ട് ഒരാൾ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ബെഞ്ചമിൻ ആവട്ടെ അയാളോട് ഇവിടെ അടുത്ത് വണ്ടി നന്നാക്കാൻ പറ്റിയ വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് ആ രൂപം അയാൾക്ക് നേരെ വന്ന് നിൽക്കുന്നു. നോക്കുമ്പോഴോ അത് അയാളുടെ രൂപം തന്നെയാണ്. പേടിച്ച് ബെഞ്ചമിൻ നിൽക്കുന്ന നേരം നിർത്തിയിട്ടിരുന്ന ജീപ്പ് കത്താനായിട്ട് തുടങ്ങുന്നു. തിരിഞ്ഞു നോക്കിയാൽ മുൻപിലുണ്ടായിരുന്ന ആ രൂപം അവിടെയില്ല. എന്നാൽ പെട്ടെന്ന് കത്തിക്കൊണ്ടിരുന്ന ആ ജീപ്പ് അയാൾക്ക് നേരെ വേഗത്തിൽ വരുവാണ്. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ അയാളെ രക്ഷപ്പെടുന്നു. അടുത്ത ദിവസമായി വീടിന് മുന്നിൽ പുത്തൻ ഡ്രസ്സിൽ കുറച്ച് മോഡേൺ ആയിട്ട് ഒരുങ്ങി നിൽക്കുന്ന അപ്പുവിനെയാണ് കാണിക്കുന്നത്. അല്ലിയുടെ സ്കൂളിലെ ടീച്ചറായിട്ടുള്ള ഭാമയെ ഇംപ്രസ് ചെയ്യാനായിട്ട് അവിടേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിനായിട്ട് അല്ലിയെയും ബൈക്കിലിരുത്തി സ്കൂളിലേക്ക് പോകുന്നു. ആ വഴിയിൽ കത്തിയമർന്ന ബെഞ്ചമിന്റെ ജീപ്പ് എടുത്തു മാറ്റുന്ന തിരക്കിലാണ് മറ്റു പോലീസുകാർ. അവിടെ വന്ന ചെമ്പൻ എന്തു പറ്റുന്ന തിരക്കുമ്പോൾ ബെഞ്ചമിൻ ആവട്ടെ കഴിഞ്ഞ രാത്രി നടന്ന സംഭവങ്ങളൊക്കെ മറച്ചുവെച്ച് വണ്ടിയിൽ എന്തോ പറ്റിയതാണെന്ന് കള്ളം പറയുവാണ്. ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ടാണ് അപ്പു നേരെ സ്കൂളിലോട്ട് പോകുന്നത്. പിന്നീട് സ്കൂളിൽ കാണിക്കുമ്പോൾ അവിടെ അസംബ്ലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രതിജ്ഞ പറയുന്നതാവട്ടെ ബാവക്കുട്ടനും. ഭാമയുടെ അനിയനാണ് ബാവക്കുട്ടൻ. അന്നേരം തന്നെ അവിടേക്ക് എത്തിയ അപ്പുവിനെ ബാവക്കുട്ടൻ കാണുന്നു. തന്റെ ചേച്ചിയെ തല്ലി വീഴ്ത്തിയ ദേഷ്യം തീർക്കാനായിട്ട് അപ്പുവിനെ കണ്ടപാടെ ബാവക്കുട്ടൻ അവിടുന്ന് ഓടിച്ചെന്ന് കരണം നോക്കി അപ്പുവിനിട്ടൊന്ന് കൊടുക്കുവാണ്. അന്ന് വൈകിട്ട് അടി കൊണ്ടത് മറച്ചു വെച്ച് പല്ലുവേദനയാണെന്ന് പറഞ്ഞ് കാസറ്റ് കടയിൽ അപ്പു നിൽക്കുന്ന നേരത്ത് അവിടേക്ക് ദീപ ടീച്ചർ വരുവാണ്. ഭാമയുടെ സ്കൂളിലെ ടീച്ചറാണ് ദീപയും. വേദന മാറിയോന്ന് ടീച്ചർ ചോദിക്കുമ്പോഴാണ് അപ്പുവിനെ തല്ലി കിട്ടിയതാണെന്ന കാര്യം അമ്പാടിക്കും സുജിക്കും മനസ്സിലാകുന്നത്. ദീപ ടീച്ചർ അവിടേക്ക് വന്നത് എന്തിനാന്ന് വെച്ചാല് തന്റെ അനിയൻ കാണിച്ച കുരുത്തക്കേടിന് ഭാമ മാപ്പ് പറയാനായിട്ട് ബസ് സ്റ്റോപ്പിനടുത്ത് കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറയാനായിരുന്നു. ഇത് കേട്ട് ഹാപ്പി ആയിട്ട് അപ്പു ഭാമയെ കാണുന്നു. അവർക്കിടയിലെ സൗഹൃദം കുറച്ചുകൂടെ അങ്ങനെ ഡെവലപ്പ് ആകുന്നത് ഒരു പാട്ടിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അടുത്ത സീനിൽ പുറത്തേക്ക് പോയി തിരിച്ചു വരുന്ന അപ്പുവിനെയും കൂട്ടുകാരെയും കാണിക്കുവാണ്. അവര് വളരെ വൈകിയാണ് ചെക്ക് പോസ്റ്റിനടുത്ത് എത്തുന്നത്. അന്നേരത്തേക്കാണെങ്കിൽ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. പെട്ടുപോയ അവരാവട്ടെ അന്നത്തെ രാത്രി എന്ത് ചെയ്യുന്നു വിചാരിക്കുമ്പോൾ ചെക്ക് പോസ്റ്റിലെ പോലീസുകാർക്കൊപ്പം അന്നവിടെ കഴിയാന്ന് വിചാരിക്കുവാണ്. കയ്യിൽ കരുതിയ കള്ളും പോലീസുകാരുടെ വെടിയിറച്ചിയും ഫുഡും ഒക്കെയായി അവരെങ്ങനെ ആഘോഷിക്കുന്നതിനിടയ്ക്കാണ് അവിടെ ഇരിക്കുന്ന ഭദ്ര എന്ന ലേഡിയെ കാണിക്കുന്നത്. ഭദ്രയാവട്ടെ സുമതിയുടെ നാട്ടുകാരിയാണ്. പോരാത്തതിനൊരു വയറ്റാട്ടിയും. അവരിൽ നിന്നുമാണ് സുമതിയെ പറ്റി കുറച്ചധികം വിവരങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. മുൻപ് ഈ പറയുന്ന സുമതി വളവിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അവരെ തുരുത്താനായിട്ടുള്ള ആത്മാക്കളെ ആയുധമാക്കുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിന്റെ തലവന്റെ മകനാണ് സുമതിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. കുറച്ചു നാളുകൾക്കുള്ളിൽ അവള് ഗർഭിണിയായി. അവളും വളരെയധികം സന്തോഷവതിയായിരുന്നു. എന്നാൽ ആ സന്തോഷം പെട്ടെന്ന് തന്നെ നിലച്ചു.
കാരണം ആ സംഘം അവളെ മനഃപൂർവ്വം സ്നേഹത്തോടെ പരിപാലിച്ചത് തന്നെ നിഗൂഢമായ ലക്ഷ്യത്തോടെയായിരുന്നു. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ ബലി നൽകിയാൽ കിട്ടുന്ന അതീതമായ ശക്തിക്ക് വേണ്ടിയായിരുന്നു അവരവളെ സ്നേഹിച്ചത് തന്നെ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള ചടങ്ങാണെന്നും പറഞ്ഞ് അവളെ കബളിപ്പിച്ച് അക്കൂട്ടർ ബലി നൽകി. എന്നാൽ ചതി കൊണ്ട് മരണപ്പെട്ട സുമതിയുടെ ആത്മാവ് പൂർവാധികം ശക്തിയോടെ തിരികെ വന്നു. അവളുടെ ആത്മാവ് ആ ദുഷ്ടക്കൂട്ടം ആ വളവിൽ ഉണ്ടാക്കിയെടുത്ത ആത്മാക്കൾ ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കാനായി ആ വളവിൽ തന്നെ കുടിയിരുന്നു. ഇതെല്ലാം കേട്ട് പേടിച്ചു നിൽക്കുന്ന അപ്പുവിനെ നോക്കി മുൻപ് നായാടിക്കൂട്ടം പറഞ്ഞ അതേ നിയോഗത്തെപ്പറ്റി ഭദ്രാക്കയും പറയുന്നു. ആ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയം പുറത്തൊരു ഹോൺ ശബ്ദം കേട്ട് അപ്പു ഉറക്കെണീറ്റ് നോക്കുമ്പോൾ വന്നിരിക്കുന്നത് പട്ടാളക്കാരനായ മാളുവിന്റെ സഹോദരൻ മഹേഷ് ആയിരുന്നു. രാത്രി ചെക്ക് പോസ്റ്റ് കടക്കാൻ പറ്റാത്തതുകൊണ്ട് അവനും ഫോറസ്റ്റ് ഓഫീസിൽ തന്നെ തങ്ങാൻ തീരുമാനിക്കുവാണ്. എന്നാൽ അവര് പരസ്പരം മിണ്ടുന്നില്ല. അടുത്ത ദിവസം കാലത്ത് തന്നെ മഹേഷിനെ കൂട്ടാനായിട്ട് ഭദ്രൻ അവിടേക്ക് വരുന്നു. പോകാൻ നേരം മഹേഷ് ആവട്ടെ അപ്പുവിനെ നോക്കി തന്റെ ചേച്ചിക്ക് എന്തു പറ്റിയെന്ന് കണ്ടുപിടിച്ച് ഇനി ഇവിടുന്ന് പോകൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജീപ്പ് എടുത്ത് അപ്പുവും ഫ്രണ്ട്സും ഗ്രാമത്തിലേക്ക് മടങ്ങുന്നതിനിടയിൽ ഗിരി അപ്പുവിനോട് ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ മാളു ഒളിച്ചോടിയ ദിവസം നീ ശരിക്കും എവിടെയായിരുന്നു എന്ന്. അവളെ പറ്റി എന്തെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ എന്നും. എന്നാൽ മാളു ഇഷ്ടത്തിലാണെന്നും ഒളിച്ചോടാൻ പോകുവാണെന്നും അപ്പുവിനോട് പറഞ്ഞു എന്നതല്ലാതെ അവൻ ആ കാര്യത്തിൽ ഒരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെ അന്ന് രാത്രിയായി. ശേഖരന്റെ വീട്ടിൽ ഭദ്രനും മഹേഷും ശേഖരന്റെ ബ്രദറൊക്കെ ചേർന്ന് കള്ളും കുടിച്ച് മാളുവിന്റെ കാര്യം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. കൂട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടറായ ബെഞ്ചമിനും ഉണ്ട്. പോകാൻ നേരം ബെഞ്ചമിൻ ആവട്ടെ മഹേഷിനോട് മാളുവിന്റെ കാര്യം കണ്ടെത്താമെന്ന് വാക്കു കൊടുക്കുന്നു. അയാളുടെ ഒരു ഊഹം എന്താന്ന് വെച്ചാല് ആ വളവ് കിടന്ന് മാളു പോകാൻ വഴിയില്ല. ഒന്നുകിൽ അപ്പു അവളെ അവിടെ വെച്ച് കൊന്നു കാണും, അല്ലെങ്കിൽ ആ സുമതിയുടെ പ്രേതം എന്തെങ്കിലും ചെയ്തു കാണും എന്ന്. കാരണം വന്ന ദിവസം തന്നെ ആ വളവിന്റെ ദുരൂഹത അയാൾക്കും മനസ്സിലായതാണല്ലോ. അതേസമയം മറ്റൊരു സ്ഥലത്ത് ദീപ ടീച്ചർക്കാണെങ്കിൽ പ്രസവ വേദന വരുവാണ്. എന്നാൽ പ്രസവം നോക്കാൻ വന്ന ഭദ്രാക്കയാവട്ടെ തന്നെ കൊണ്ട് ഒരു ജീവനെ പോലും രക്ഷിക്കാൻ കഴിയില്ല എന്നും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും പറയുവാണ്. എന്നാൽ ആ രാത്രി സുമതി വളവ് കടക്കുകയെന്നത് തന്നെ ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നാൽ ഇവിടെ ചാവാണെങ്കിൽ ചാവട്ടെ എന്നും പറഞ്ഞ് ചെമ്പനും ഗിരിയും അപ്പുവും കൂട്ടുകാരും കൂട്ടത്തിൽ അപ്പുവിന്റെ അച്ഛനും കൂടെ ദീപ ടീച്ചറെ എടുത്ത് വാനിൽ കയറ്റി പോകുവാണ്. അങ്ങനെ ആ വളവിലെത്തിയതും വണ്ടിക്ക് കുറുകെ ഒരു മരം ചെരിഞ്ഞു വീഴുന്നു. എല്ലാവരും പുറത്തിറങ്ങി അതെടുത്തു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ദീപ ടീച്ചറാവണമെങ്കിൽ അകത്ത് കിടന്ന് ഉറക്കി വേദന കൊണ്ട് കരയാൻ തുടങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് ആ കരച്ചിൽ നിൽക്കുവാണ്. പേടി തോന്നിയ അച്ഛനാവട്ടെ പോയി നോക്കുമ്പോ വണ്ടിക്കകത്ത് ദീപ ടീച്ചറിനെ കാണുന്നില്ല. പെട്ടെന്ന് അവിടെ എന്തോ ഒരു ശക്തിയുള്ളതായിട്ട് അവർക്ക് എല്ലാവർക്കും തോന്നാൻ തുടങ്ങുന്നു. അന്നേരം ദീപയുടെ കരച്ചിൽ മാത്രം കാടിനകത്തുനിന്നും കേൾക്കുവാണ്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും കൂടെ ഓടിപ്പോകുന്നു. അന്നേരം മുൻപ് നായാടി പറഞ്ഞ് ചെമ്പൻ അതേ വഴിയിൽ കുഴിച്ചിട്ട ആ കിഴി അവന്റെ ദേഹത്തേക്ക് തന്നെ വന്നു വീഴുന്നു. എന്തോ പന്തിയല്ല എന്ന് അന്നേരം ചെമ്പന് തോന്നുന്നുണ്ട്. അതേസമയം കാട്ടിലേക്ക് തിരഞ്ഞു പോയ 4 പേരും 2 പേരായി 2 വഴിക്ക് തിരയാൻ തുടങ്ങുന്നു. എന്നാൽ പോകെ പോകെ അപ്പവും മമ്പാടിയും വഴി തെറ്റുവാണ്. തനിച്ചായി പോയ രണ്ടാളും പേടിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അന്നേരം കരച്ചിൽ കേൾക്കുന്ന സ്ഥലത്തേക്ക് ആ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് അമ്പാടി പോയി നോക്കുമ്പോൾ നിറവയറുമായി ദീപയാവട്ടെ ആ വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിന്ന് കരഞ്ഞോണ്ട് നിൽക്കുവാണ്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവൾ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. അതേസമയം മറ്റൊരു സ്ഥലത്ത് അപ്പുവിന്റെ അച്ഛനാവട്ടെ ദീപ ഒരു മരത്തിൽ ചാരി നിൽക്കുന്നതാണ് കാണുന്നത്. നിനക്ക് പ്രസവിക്കൊന്നും വേണ്ടേ മോളെ എന്നും പറഞ്ഞ് അയാൾ വേഗം അടുത്തോട്ട് ചെല്ലുന്നു. അന്നേരം പുറകെ വന്ന ഗിരി മാത്രം ആകെ ഭയന്ന് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് അവിടെ ചാരി നിന്നിരുന്ന ദീപയുടെ ശരീരത്തിൽ തലയുണ്ടായിരുന്നില്ല. ആ തലയാവട്ടെ താഴെ കിടക്കുന്നു. എല്ലാവരും കൂടെ പേടിച്ചലറി നിൽക്കുമ്പോ ഒരു പുക വന്നതും പിന്നീട് അവിടെ ഒന്നും തന്നെ കാണുന്നില്ല. അപ്പുവിന്റെ അച്ഛനെയും വിളിച്ചുകൊണ്ട് വേഗം ഗിരി അവിടെ നിന്നും പോകുവാണ്. അതേസമയം അമ്പാടി ആവട്ടെ വെള്ളത്തിൽ ദീപ ടീച്ചറുടെ ബോഡി തെരയുവാണ്. എന്നാൽ പെട്ടെന്ന് അവിടെ വെള്ളത്തിൽ നിന്നും ഒരു വികൃതമായ കൈ അവനെ വെള്ളത്തിലേക്ക് വലിച്ചിടാൻ നോക്കിയതും പുറകെ വന്ന ചെമ്പൻ അവനെ വലിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ അമ്പാടി ആവട്ടെ ആ ഷോക്കിൽ നിന്നും അപ്പോഴും പുറത്തു വന്നിട്ടില്ലായിരുന്നു. മറ്റൊരു സ്ഥലത്ത് അപ്പു ആവട്ടെ കരഞ്ഞ് തളർന്ന് നിൽക്കുന്ന ദീപ ടീച്ചറെ കാണുവാണ്. നമുക്ക് വേഗം ഇവിടുന്ന് പോകാന്ന് പറഞ്ഞ് അവൻ ഉറക്കെ ബാക്കിയുള്ളവരെ വിളിക്കുന്ന നേരം പെട്ടെന്ന് പുറകിലുള്ള ദീപയുടെ മുഖഭാവം തന്നെ മാറുവാണ്. കൂർത്ത ഒരു മരക്കൊമ്പ് പറിച്ചെടുത്ത് അവള് സ്വന്തം വയറ് കയറി കുഞ്ഞിനെ പുറത്തെടുത്ത് വലിച്ചെടുക്കുന്നു. അത് കണ്ടവൻ പേടിച്ചു നിൽക്കുന്ന നേരം ബാക്കിയുള്ളവർ അങ്ങോട്ട് ഓടിയെത്തുന്നു. താൻ കണ്ട കാര്യം അവനും ഭയന്ന് പറയുന്നുണ്ട്.
എന്നാൽ എല്ലാം മനസ്സിലായ ചെമ്പനാവട്ടെ ഇതെല്ലാം സുമതി ഉണ്ടാക്കിയ വെറും മായകൾ മാത്രമാണെന്ന് പറയുന്നു. പെട്ടെന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുവാണ്. എല്ലാവരും പേടിയോടെ അവിടേക്ക് പോയി നോക്കുമ്പോൾ അവര് വന്ന അതേ വണ്ടിക്കുള്ളിൽ തന്നെ പ്രസവം കഴിഞ്ഞ് ദീപ ടീച്ചറും കുഞ്ഞും കിടക്കുന്നു. നോക്കി നിൽക്കെ എന്തോ ഒരു ശക്തി അവിടെ നിന്നും പോകുന്നത് അവർക്ക് ഫീൽ ആകുന്നുണ്ട്. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടീച്ചറിനോട് കൂടെയുള്ള ആള് ചോദിക്കുവാണ് ശരിക്കും എന്താ നടന്നതെന്ന്. അത് ഓർമ്മയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ദീപ ടീച്ചർ ആവട്ടെ മുഴുവനായി ഒന്നും തന്നെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടത് മാത്രം ഓർമ്മയിലുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഈ സംഭവത്തിന് ശേഷം വളവിൽ പോയ എല്ലാവർക്കും ഹീറോ പരിവേഷമാണ്. കാരണം രാത്രി സുമതി വളവിൽ പോയതല്ലേ. അടുത്ത ദിവസം രാത്രി കാണിക്കുമ്പോൾ മഹേഷും കൂട്ടരും കാട്ടിൽ വേട്ടയാടി ഒരു പന്നിയെ പിടിച്ച് ചുട്ടു തിന്നുവാണ്. കൂട്ടത്തിൽ ബെഞ്ചമിനുമുണ്ട്. അവിടെ വെച്ച് ബെഞ്ചമിൻ ആവട്ടെ മാളു മരണപ്പെട്ടിരിക്കാനാണ് ഏറെയും സാധ്യതയെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന പുറകിലിരുന്ന കൂട്ടത്തിലെ ഒരാള് അവരോട് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. സുമതിയുടെ ആത്മാവ് ആ വളവിലൂടെ പോകുന്നവരെ പേടിപ്പിക്കുകയും വഴി തിരിച്ച് വിടുകയും ചെയ്യുമെന്നത് ശരിയാണ്. അതെല്ലാം പക്ഷേ അവൾക്കുണ്ടായ ദുർവിധി മറ്റാർക്കും ഇല്ലാതിരിക്കാനാണ്. മുൻപ് ബ്രിട്ടീഷുകാരെ തുരത്താൻ ബ്രഹ്മരാക്ഷസനെ ആവാഹിച്ചിരുത്തിയ സ്ഥലമാണത്. എന്നാൽ ഇന്നത് ഒരു ചക്രവ്യൂഹമാണ്. ഒരു ശക്തിയും അവളെ വളവിൽ വിട്ട് പുറത്തേക്ക് വിടില്ല. പുറത്തുനിന്ന് ഒരു ശക്തിയെയും ആ വളവിലേക്ക് അവൾ കടത്തിവിടുകയും ചെയ്യില്ല എന്ന്. അങ്ങനെ അടുത്ത ദിവസമായി ബാമയുടെ സ്കൂളിലെത്തിയപ്പോൾ അവിടെയുള്ള കുട്ടികളോട് വളവിൽ പോയ കാര്യം വളരെ വീമ്പായിട്ട് പറയുവാണ്. അവിടെ എത്തിയ ബാമയും എല്ലാം കേട്ട് വളരെ ഹാപ്പി ആയിട്ട് അപ്പു സംസാരിച്ചത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ചുരുക്കി പറഞ്ഞാല് രണ്ടുപേർക്കുമിടയിലെ പ്രണയം കൂടുതൽ അങ്ങ് തീവ്രമാകുന്നത് ഒരു കുഞ്ഞു പാട്ടിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ ഇരുവർക്കുമിടയിലെ ആ ബന്ധം ബെഞ്ചമിൻ നേരിട്ട് കാണുന്നു. ചൂടാറും മുമ്പേ അക്കാര്യം അയാള് ശേഖരനെ അറിയിക്കുന്നു. ആ ദേഷ്യത്തിൽ അയാള് മാള് വിവാഹം കഴിക്കാനിരുന്ന ഭദ്രനുമായി പാമയുടെ കല്യാണം ഉറപ്പിക്കുവാണ്. അടുത്ത ദിവസം തന്നെ എല്ലാ തെറ്റുകളും മറന്ന് ശേഖരനും കുടുംബവും അപ്പുവിന്റെ വീട്ടിൽ കല്യാണം വിളിക്കാനെത്തുവാണ്. അപ്പുവും പാമയും പ്രണയത്തിലാണ് എന്ന കാര്യം അറിയാത്ത അവന്റെ അച്ഛനാവട്ടെ വളരെ സന്തോഷത്തോടെ അവരെ വിളിച്ചിരുത്തി കല്യാണം നമുക്ക് ഭംഗിയായി നടത്താന്ന് പറയുന്നു. മഹേഷ് ആവട്ടെ അപ്പുവിനോട് മുൻപ് നടന്നതൊന്നും ഇനി മനസ്സിൽ വെക്കേണ്ടതും ഈ കല്യാണം നീ തന്നെ മുന്നിൽ നിന്ന് നടത്തണമെന്നും പറഞ്ഞ് അവിടെ നിന്നും മടങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ അപ്പുവിന്റെ പ്രണയം അറിഞ്ഞു തന്നെ അവനിട്ടൊരു പണി കൊടുത്തതാണ് ശേഖരനും കൂട്ടരും. എല്ലാം മനസ്സിലാക്കിയ അപ്പുവും അവിടെ ഇടുന്ന് വിഷമിച്ച് കള്ളും കുടിച്ച് കൂട്ടുകാർക്കൊപ്പം ഇരിക്കുന്ന നേരം ചെമ്പൻ എല്ലാവർക്കും ഒരു ലേഹ്യം കൊടുക്കുവാണ്. എന്നാൽ അതിൽ നല്ല അസ്സല് കഞ്ചാവ് ഉണ്ടായിരുന്നത് അവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കിളി പോകുന്നു. അന്നേരം എല്ലാത്തിനും കാരണം സുമതിയാണെന്നും അവളെ ഞാൻ തീർക്കുമെന്നും പറഞ്ഞ് അപ്പു വളവിലേക്ക് പോകുവാണ്. കൂട്ടത്തിൽ അവന്റെ കൂട്ടുകാരും. പുറത്തിറങ്ങി അവൻ സുമതിയെ വെല്ലുവിളിക്കുന്നു. പെട്ടെന്ന് ചുറ്റും പുകമയം. ഒരു നാരങ്ങ ഉരുണ്ടു വരുന്നത് കണ്ട് അമ്പാടി അതെടുത്തു നോക്കുമ്പോൾ അതിൽ മുഴുവൻ രക്തം കണ്ട് അവൻ പേടിക്കുവാണ്. പെട്ടെന്ന് കുറച്ച് അഘോരികൾ വന്ന് അവർക്ക് ചുറ്റും നിൽക്കുന്നത് കണ്ട് എല്ലാവരുടെയും ബോധം പോകുന്നു. അടുത്ത ദിവസം ഫോറസ്റ്റ് ഓഫീസർ ഹരിയും കൂട്ടരുമാണ് അവരെ രക്ഷിക്കുന്നത്. അപ്പോഴാണ് ചെമ്മൻ കൊടുത്തത് കഞ്ചാവായിരുന്നെന്നും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു അതെന്നെല്ലാം അവർക്ക് മനസ്സിലാകുന്നത്. അടുത്ത സീനിൽ അപ്പുവിന്റെ കാര്യം സെറ്റാക്കാന് ചേച്ചിയുടെ മകളായ അല്ലി വരുവാണ്. അതിനായിട്ട് അവള് നേരെ പോകുന്നത് വാവക്കുട്ടന്റെ അടുത്തേക്കാണ്. നേരത്തെ വാവക്കുട്ടന് അവളോട് ഒരു ക്രഷ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോ അപ്പുവിനെയും ബാമയും ഒന്നിപ്പിച്ചാൽ മാത്രമേ നാളെ അവരുടെ കല്യാണത്തിന് സപ്പോർട്ട് കിട്ടുമെന്നും പറഞ്ഞ് നന്നായിട്ട് അവനെ കൺവിൻസ് ആക്കുന്നു. അല്ലി സെറ്റായ സന്തോഷത്തിൽ വാവക്കുട്ടനും കളത്തിലിറങ്ങുവാണ്. ആദ്യം തന്നെ അപ്പുവുമായുള്ള പിണക്കം തന്നെ അവൻ മാറ്റുന്നു. അന്നേരം അതിലൂടെ ജീപ്പിൽ വന്ന ഭദ്രൻ വാവക്കുട്ടനെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാല് വാവക്കുട്ടൻ അതിന് സമ്മതിക്കുന്നില്ല. കാരണം ഭദ്രന് ഓൾറെഡി അവന് ഇഷ്ടമല്ലായിരുന്നു. അതേസമയം അവിടെ നിന്നിരുന്ന സുജയും മകളും ഭദ്രനെ കണ്ട് പേടിക്കുന്നത് അപ്പു നോട്ടീസ് ചെയ്യുന്നുണ്ട്. അന്നേരമാണ് തന്റെ ഭർത്താവ് കൊടുക്കാനുള്ള പൈസയുടെ കാര്യം പറഞ്ഞ് അയാൾ തന്നെ മാത്രമല്ല തന്റെ മകളെയും ശല്യം ചെയ്യുന്നുണ്ടെന്ന് കരഞ്ഞുകൊണ്ട് സുജ ചേച്ചി പറയുന്നത്. അത് കേട്ട് അവനും ഒത്തിരി ദേഷ്യം പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യം മഹേഷിനെ അറിയിക്കാനായിട്ട് ആ രാത്രി തന്നെ അപ്പു പോകുവാണ്. ഭദ്രനെ പോലെ ഒരാളെ കെട്ടിയാൽ ബാമയുടെ കാര്യം കഷ്ടമാവെന്ന് പറയുന്നുണ്ട്. എന്നാൽ മഹേഷ് ആവട്ടെ അപ്പു കല്യാണം മുടക്കാനായിട്ടുള്ള മുടന്ത ന്യായം പറയുകയാണെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൻ അവിടുന്ന് പറഞ്ഞയക്കുന്നു. അടുത്ത ദിവസം കടം കാരണം മരിക്കുവാണെന്ന് കത്തെഴുതി മരത്തിൽ കെട്ടി തൂങ്ങി നിൽക്കുന്ന സുജിയെയും മകളെയുമാണ് അപ്പു കാണുന്നത്. എന്നാൽ അക്കാര്യം അപ്പുവിന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കാരണം കഴിഞ്ഞ ദിവസം സുജി തന്നെ പറഞ്ഞതാണ് മരിക്കാൻ തോന്നിയിട്ടുണ്ടെന്നും എന്നാൽ ഇന്ന് മകൾക്കൊപ്പം അവൾക്ക് വേണ്ടി വാശിയോടെ ജീവിക്കുമെന്നും. അതുകൊണ്ട് തന്നെ ഇത് ഭദ്രന്റെ കളിയാണെന്ന് മനസ്സിലാക്കിയ അവൻ കലിപ്പായിട്ട് അവനെ പോയി തല്ലുവാണ്.
എന്നാൽ ഭാമയെ പ്രണയിക്കുന്നത് കൊണ്ട് തന്നെ തന്റെ കല്യാണം മുടക്കാനായിട്ട് അപ്പു കള്ളം പറയുവാണെന്ന് ഭദ്രൻ പറയുന്നു. അന്നേരം അത് കേൾക്കുന്ന അപ്പുവിന്റെ അച്ഛൻ അപ്പോൾ മാത്രമാണ് തന്റെ മകനും ഭാമയും പ്രണയത്തിലാണെന്ന കാര്യം അറിയുന്നത് തന്നെ. മുൻപ് നായാടി പറഞ്ഞതുപോലെ ആ ഗ്രാമം മുഴുവൻ അപ്പുവിനെ എതിർക്കുവാണ്. അതേസമയം ഇനിയൊരു പ്രശ്നം ആ കുടുംബവുമായി ഉണ്ടാക്കാൻ നിന്നെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ അച്ഛൻ അവിടുന്ന് പോകുന്നു. തന്റെ അച്ഛനും തന്നെ മനസ്സിലാക്കി എന്നുള്ള വിഷമത്തില് തളർന്നു നിൽക്കുന്ന നേരം അവിടേക്ക് എത്തിയ ബെഞ്ചമിൻ അപ്പുവിന്റെ മുഖത്തു നോക്കി നീ വിചാരിച്ചത് ശരിയാണെന്ന് പറയുവാണ്. ഭദ്രൻ തന്നെയാണ് അവരെ കൊന്നതെന്നും ഒരു നാട്ടുകാരും നീ പറഞ്ഞതിനെ വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് അവനെ ആകെ മൊത്തം തളർത്തുന്നു. അങ്ങനെ ദിവസങ്ങൾക്കപ്പുറം ഭാമയുടെ കല്യാണം ആവാറായി. സദ്യ ഉണ്ടാക്കുന്നത് അപ്പുവിന്റെ അച്ഛനാണ്. സഹായത്തിനായി അയാള് അവനെയും കൂട്ടുകാരെയും കൂട്ടുന്നുണ്ട്. ഒത്തിരി വിഷമത്തോടെ അവനും ആ കല്യാണ വീട്ടിൽ പോകുവാണ്. അവിടെയുള്ള ഓരോ പണികൾ അവൻ വിഷമിച്ച് ചെയ്യുന്നത് മഹേഷും നോട്ടീസ് ചെയ്യുന്നുണ്ട്. അന്നേരം അപ്പുവിന്റെ വിഷമം കണ്ട ചെമ്പൻ അവന് കള്ളു കൊടുക്കുവാണ്. അക്കാര്യമെല്ലാം അവന്റെ അച്ഛനും കാണുന്നുണ്ട്. അങ്ങനെ കള്ളും കുടിച്ച് അപ്പു ഡാൻസ് കളിക്കുന്നു. അതിനിടയ്ക്കാണ് എല്ലാ കാര്യവും അറിയാവുന്ന പോലീസുകാരിൽ ഒരാള് മഹേഷിനെ കണ്ടുവന്ന് സുജിയുടെ മരണത്തിന് പിന്നിലെ ഭദ്രന്റെ പങ്കിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. അതേസമയം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുവിനോട് അവന്റെ അച്ഛൻ ചെന്ന് നീ വേഗം അവളെയും കൊണ്ട് ഇവിടുന്ന് കടന്നു കളഞ്ഞോളാനായിട്ട് പറയുവാണ്. സന്തോഷിച്ചുകൊണ്ട് അവൻ പോകാൻ നിന്ന നേരമാണ് ഭാമ മിസ്സിംഗ് ആണെന്ന കാര്യം അറിയുന്നത്. പിന്നെ പറയാനുണ്ടോ, അപ്പുവാണ് എല്ലാം ചെയ്തതെന്നും പറഞ്ഞ് അവിടെ വഴക്കാകുവാണ്. എന്നാൽ വാവക്കുട്ടനാവട്ടെ നിങ്ങൾ അവിടെ ഡാൻസും കളിച്ചോണ്ടിരുന്നോ, നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ഗതികെട്ട അവസാനം ഭാമേച്ചി ഫോറസ്റ്റ് ഓഫീസിൽ പോയി എന്ന് പറയുന്നു. എന്നാൽ അത് അവിടെ നിന്ന് മഹേഷ് കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഭദ്രന്റെ ആൾക്കാര് അപ്പുവിനെ അടിക്കാനായിട്ട് തുടങ്ങിയതും കുറുകെ കയറിയ മഹേഷ് ആവട്ടെ നീ വേഗം ഭാമയെ കണ്ടുപിടിക്ക്, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്നു. അന്നേരം അപ്പു ആവട്ടെ വേഗം ബൈക്ക് എടുത്തിട്ട് ചെക്ക് പോസ്റ്റിലേക്ക് പോകുന്നു. എന്നാൽ സുമതി വളവിലെത്തിയതും മുൻപ് വീണ ആ മരം സൈഡിൽ കിടക്കുന്നത് കണ്ട് പേടിച്ചവൻ വണ്ടി നിർത്തുവാണ്. എന്നാൽ പെട്ടെന്ന് പുറകെ ജീപ്പിൽ വന്ന ബെഞ്ചമിനും ഭദ്രനും അവനെ ഇടിച്ചിടുന്നു. അവസാനം ഒരു കല്ലെടുത്ത് അവനെ കൊല്ലാനായിട്ട് തുടങ്ങിയതും ഭദ്രൻ തടഞ്ഞ് ഇവിടെ വെച്ച് വേണ്ടാന്ന് ആ വളവിൽ വെച്ചാകുമ്പോ കൊന്നത് സുമതിയാണെന്ന് എല്ലാവരും കരുതുമെന്നും പറയുന്നു. അങ്ങനെ കറക്റ്റ് വളവിലേക്ക് വലിച്ചഴച്ച് അവനെ ഒരു വലിയ കമ്പി കൊണ്ട് തലക്കടിക്കാനായിട്ട് നോക്കുന്നതും ഒരു അദൃശ്യ ശക്തി ഭദ്രനെ തടയുവാണ്. ചുറ്റും കൂടിയ പുകയ്ക്കുള്ളിലൂടെ അവൻ സുജയുടെ മകളുടെ രൂപം കാണുന്നു. പേടിച്ചു നിൽക്കെ തൊട്ടുമുന്നിൽ സുജയുടെ കെട്ടിത്തൂങ്ങിയ ബോഡി വന്ന് വീഴുന്നു. അവളുടെ കണ്ണുകൾ വെള്ള നിറത്തിലാകുന്നതും പേടിച്ച് ഭദ്രൻ പുറകിലേക്ക് നീങ്ങുന്നു. അന്നേരം ബെഞ്ചമിൻ അവിടേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ഭദ്രൻ പറഞ്ഞ പോലെ ഒന്നും തന്നെ അയാൾക്ക് അവിടെ കാണാൻ കഴിയുന്നില്ലായിരുന്നു. പെട്ടെന്ന് അപ്പു ഞെരങ്ങുന്ന ശബ്ദം ബെഞ്ചമിൻ കേൾക്കുവാണ്. നീ ഇവനെ ഇതുവരെ തീർത്തില്ല എന്നും പറഞ്ഞ് ഭദ്രനെയും കൂട്ടി അയാൾ അടുത്തു ചെന്നതും വീണ്ടും ആ പുക അവിടെ വരുവാണ്. പെട്ടെന്ന് അപ്പു താഴെ നിന്നും ചാടി എഴുന്നേൽക്കുന്നു. അവൻ ഭദ്രനെയും ബെഞ്ചമിനെയും അടിച്ചു വീഴ്ത്തുവാണ്. അന്നേരം അവന്റെ കണ്ണുകളും വെള്ള നിറമായിരുന്നു. അതായത് അത് സുമതിയുടെ ആത്മാവായിരുന്നു. വീണ്ടും പുക ചുറ്റും വന്നതും അവിടെ ആരും തന്നെയില്ല. കുറച്ചു മാറി വീണ് കിടക്കുന്ന അപ്പുവിന് നേരെ ഒരു കൈ വരുന്നു. നോക്കുമ്പോ അത് മഹേഷാണ്. നീ വേഗം ഭാമയുടെ അടുത്ത് ചെല്ല്, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മഹേഷ് അപ്പുവിനെ പറഞ്ഞേക്കുവാണ്. അങ്ങനെ ഒരു വിധത്തിൽ അപ്പു ചെക്ക് പോസ്റ്റിലെത്തി ഭാമയെ കാണുവാണ്. അവളാവട്ടെ ഹരിയുടെ കൂടെ സുരക്ഷിതമായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ മാടു ചെയ്ത തെറ്റ് നീ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അപ്പു ഒളിച്ചോടാൻ നിൽക്കാതെ തിരികെ ഗ്രാമത്തിലേക്ക് എത്തുവാണ്. എന്നാൽ ശേഖരനും കൂട്ടരും അപ്പുവിന്റെ ആൾക്കാരുടെ കൂടെ വഴക്കാണ്. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് ഒരു ജീപ്പ് വരുന്നതും അതിൽ വരുന്ന ആളെ കണ്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടുന്നു. അത് പക്ഷേ ഒളിച്ചോടിപ്പോയ മാളുവായിരുന്നു. നീ ആർക്കൊപ്പമാണ് പോയെന്ന് എല്ലാവരും ചോദിക്കുമ്പോ അവളുടെ കൈ ഒരിടത്തേക്ക് ചൂണ്ടുവാണ്. നോക്കുമ്പോ അത് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർ ഹരി തന്നെയാണ്. പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ടാണ് ഹരി ശരിക്കും പോസ്റ്റിംഗ് ഇവിടേക്ക് തന്നെ വാങ്ങിയത്. എന്നാൽ ഇവിടുത്തെ മെയിൻ പ്രശ്നം തന്നെ ഇവരുടെ ഒളിച്ചോട്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവൻ സത്യം പറഞ്ഞില്ല. നിങ്ങളെ ഒളിച്ചോടാൻ സഹായിച്ചത് ഞാനാണോ എന്ന് അപ്പു ചോദിക്കുമ്പോ മാളു അല്ല എന്നും പറയുന്നു. അങ്ങനെ അവന് രക്ഷപ്പെട്ടു. അവസാനം എല്ലാം മനസ്സിലാക്കിയ ഇരു കുടുംബങ്ങളും അവസാനം അപ്പുവിനെയും ഭാമയെയും വിവാഹം കഴിപ്പിക്കാനായിട്ട് തീരുമാനിക്കുവാണ്. കുറച്ചു കഴിഞ്ഞ് ഹരിയെ കണ്ട് അപ്പു തന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ല ഇതെല്ലാം എന്ന് ചോദിക്കുന്നു. എന്നാൽ ഹരി ആവട്ടെ താൻ പലതവണ പറയാൻ വന്നതാണെന്നും നീയല്ലേ മൈൻഡ് ആകാതിരുന്നതെന്നും പറയുന്നു. പോരാത്തതിന് മാളുവിനെ കൊണ്ടുപോകുന്നെന്ന് നീയല്ലേ അവളെ വളവിൽ കൊണ്ടുവന്നതെന്നും ഞാൻ കൈവീശി കാണിക്കാൻ ചെയ്തല്ലേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുവാണ്. എന്നാൽ അത് കേട്ട് അപ്പു ഒന്ന് ഞെട്ടുവാണ്. കാരണം
അവനക്കാര്യം ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അന്നേരത്തേക്കാണ് മഹേഷ് അങ്ങോട്ട് വരുന്നത്. പഴയതൊന്നും മനസ്സിൽ വെച്ചേക്കില്ലേന്ന് വളരെ ആത്മാർത്ഥമായിട്ട് അവൻ അപ്പുവിനോട് പറയുവാണ്. എന്നാൽ അപ്പു ആവട്ടെ കഴിഞ്ഞ ദിവസം വളവിൽ ബോധം കെട്ട് കിടന്ന സമയത്ത് ഒന്നുമല്ലെങ്കിൽ നീയല്ലേ എന്നെ വന്ന് രക്ഷിച്ചത്, അത് മതി എനിക്കെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മഹേഷ് ആവട്ടെ വളവിലോ ഞാനോ, കാര്യം ഞാനൊരു പട്ടാളക്കാരനാണ്, എന്നാൽ ആ വളവിൽ വരാനുള്ള ധൈര്യമൊന്നും തനിക്കില്ലെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോകുവാണ്. ഇത് കേട്ട് ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് അപ്പു അങ്ങനെ നിൽക്കുന്ന നേരത്താണ് വാസ്തവത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണിച്ചു തരുന്നത്. കഴിഞ്ഞ രാത്രി വളവിൽ വെച്ച് അപ്പുവിനെ രക്ഷിച്ച് ഇവിടുത്തെ കാര്യം താൻ നോക്കിക്കൊള്ളാമെന്നും വേഗം ഭാമയെ രക്ഷിക്കുമെന്നും പറഞ്ഞ് അവിടേക്ക് പറഞ്ഞയച്ചത് മഹേഷിന്റെ രൂപത്തിൽ വന്ന സുമതി തന്നെയായിരുന്നു. മുൻപൊരിക്കൽ ദുഷ്ടനായ ഭദ്രനിൽ നിന്നും രക്ഷപ്പെട്ട് മാളു തന്റെ കാമുകനായ ഹരിയോടൊപ്പം ആ വളവ് കടന്നു പോകുന്ന സമയത്ത് ആ വളവ് കടക്കാനായിട്ട് അപ്പുവിന്റെ രൂപത്തിൽ വന്ന് അവരെ സഹായിച്ചതും സുമതി തന്നെയായിരുന്നു. കഥ ശ്രദ്ധിച്ചാൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകും. മുൻപ് ദീപ ടീച്ചർക്ക് പ്രസവ വേദന വന്ന സമയത്ത് അവർ ഒരു ശക്തി വരുന്നതായിട്ട് അവർക്കെല്ലാവർക്കും തോന്നിയിരുന്നു. അതായത് ഒരു ഇല്യൂഷൻ പോലെ ബാക്കിയുള്ളവരെ അവിടെ നിന്നും മാറ്റി നിർത്തി ദീപയെയും കുഞ്ഞിനെയും രക്ഷിക്കുന്നതും സുമതിയുടെ ആത്മാവായിരുന്നിരിക്കും. ഒരുപക്ഷെ ആ വളവ് താണ്ടി ഹോസ്പിറ്റലിലെത്തിയാലും അവർക്ക് അപകടം നടന്നിരിക്കാം. അവസാനമായി എല്ലാവരും തിരികെ ആ വണ്ടിയുടെ അടുത്ത് വന്ന സമയത്ത് ഒരു ശക്തി അവിടെ നിന്ന് പോകുന്നതായിട്ടും അവർക്ക് അനുഭവപ്പെട്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ തനിക്ക് നടന്നതുപോലെ ഒരു നീതികേടും ആർക്കും നടക്കാതിരിക്കാനായിട്ട് ആ വളവിൽ കുടികൊള്ളുകയാണ് സുമതി. ആ വഴി പോകുന്ന രാത്രി സഞ്ചാരികളെ പേടിപ്പിക്കുക മാത്രമാണ് അവൾ ചെയ്യുന്നത്. എന്നാൽ ദുഷ്ടശക്തികളെ അവൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം നായാടിക്കുട്ടം പറഞ്ഞതുപോലെ അപ്പുവിലയുടെ പല നിയോഗങ്ങളും നടന്നത് കാണിച്ച് ആ മൂവി അവിടെ ഉണ്ടാകുവാണ്.